നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാണ്ട് 30 വർഷത്തിന് ശേഷം ശനിയും രാഹുവും മീനം രാശിയിൽ ഒന്നിച്ചിരിക്കുകയാണ്. ശനിയുടെയും രാഹുവിന്റെയും ഈ യോഗം ഏതാണ്ട് 9 നക്ഷത്രക്കാർക്ക് വളരെയേറെ ദോഷങ്ങൾ ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള നക്ഷത്രക്കാർ ഒന്ന് കരുതൽ എടുക്കേണ്ടതാണ്. ആ നക്ഷത്രക്കാരുടെ അറിവിലേക്കാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. എന്തെല്ലാം ദോഷങ്ങൾ ഉണ്ടാകും, ഏതെല്ലാം രീതിയിൽ അതിനെ പ്രതിരോധിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ശനിയും രാഹുവും ഒരു രാശിയിൽ നിൽക്കുന്നത് ദുർയോഗമായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. 12 വർഷത്തിന് ശേഷമാണ് ശനിയും രാഹുവും ഒന്നിക്കുന്നത്. എന്നാൽ മീനൻ രാശിയിൽ അത് 30 വർഷത്തിന് ശേഷമാണ്. 9 നാളുകളാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്. ശനിയും രാഹുവും പാപഗ്രഹങ്ങളാണ് ജ്യോതിഷപ്രകാരം. ശനിയുടെ സ്ഥാനം ജാതകത്തിൽ ശക്തമാണെങ്കിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരം കാണാനും ശനി സഹായിക്കാറുണ്ട്. മാർച്ച് 29-ന് ശനി മീനൻ രാശിയിലേക്ക് കടന്നിരിക്കുകയാണ്. മീനൻ രാശിയിൽ ഇപ്പോൾ രാഹു നിൽപ്പുണ്ട്. അത് മെയ് 18-ാം തീയതി വരെയാണ്. അങ്ങനെ വരുമ്പോൾ രാഹുവിന്റെയും ശനിയുടെയും മീനൻ രാശിയിലുള്ള സംയോഗം പലർക്കും പല രീതിയിൽ അത് അനുഭവപ്പെട്ടിൽ വന്നേക്കാം. കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾ ചില നക്ഷത്രക്കാർക്ക് സംഭവിച്ചിരിക്കുകയാണ്. അത് ദോഷകരമായിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ്. ഈ സമയത്ത് ലോകത്ത് തന്നെ അക്രമവാസനയും അതിക്രമവും സംഭവിക്കും. അതിന്റെ ഉദാഹരണം നാം ഇപ്പോൾ കാശ്മീരിലും മറ്റും കണ്ടു കഴിഞ്ഞു. അത് തന്നെയല്ല, ഈ വർഷം ചൊവ്വയുടെ അതിമാരക വർഷമാണ്. അത്തരത്തിൽ ഒരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് വിപരീതമായി തീവ്രവാദവും മറ്റും ശക്തിപ്പെടുന്നതിന് സാഹചര്യങ്ങൾ ഒരുക്കും. ഈ വർഷം തന്നെ ഇത്തരത്തിലുള്ള തീവ്രവാദ ശക്തികളെ ചൊവ്വ ഇല്ലാതാക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതിപ്രസ്താവ്യമായിട്ടുള്ള ഒരു വിഷയം. സുബ്രഹ്മണ്യ ഭഗവാനാണ് ഈ ഒരു വർഷത്തിന്റെ നാഥൻ. ലോകത്തെ നല്ലൊരു നാളേക്കായിട്ട് നയിക്കുന്നതിനുള്ള തുടക്കമാകും ഈ വർഷം എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടും സ്ഫോടകാത്മകമായിട്ടുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ നല്ലതിനായിട്ട് വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തീവ്രവാദവും കൊള്ളയും കൊലയും ഒക്കെ ഈ വർഷം ആളിക്കത്തി ഇല്ലാതാകുന്നതാണ് എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോഴുള്ള ശനിയുടെയും രാഹുവിന്റെയും ഈ സംയോഗം അതിനുള്ള തുടക്കമാണ് എന്ന് പറയാം. എന്നാൽ അത് ചില വ്യക്തികൾക്ക് ദോഷകരമാണ്. അങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടാം. 27 നക്ഷത്രക്കാരിൽ 9 നക്ഷത്രക്കാർക്ക് അതിന് കഠിനമായിട്ടുള്ള ദോഷഫലങ്ങൾ നൽകുന്നു. അവർ അതിനുള്ള പരിഹാരം ചെയ്യുന്നതിന് അറിഞ്ഞിരിക്കേണ്ടതിനായിട്ടാണ് ഈ വീഡിയോ പ്രത്യേകം ഞാൻ ചെയ്തിട്ടുള്ളത്. ആദ്യം തിരുവാതിരക്കാരുടെ കാര്യം പറയാം. തിരുവാതിര നക്ഷത്രക്കാർക്ക് ദോഷകാലമാണ്. പല വിധത്തിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചേക്കാം. കൂടുതൽ വെല്ലുവിളികളിലേക്ക് തിരുവാതിരക്കാരെ ശനി രാഹു സംയോഗം കൊണ്ടെത്തിച്ചേക്കാം. ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തുക, ഈശ്വര വിശ്വാസം മുറുകെ പിടിക്കുക. രണ്ടാമത്തെ നക്ഷത്രം പുണർന്ന നക്ഷത്രമാണ്. പുണർന്ന നക്ഷത്രക്കാർക്കും ദോഷകാലമാണ്. പുണർന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് സാമ്പത്തികപരമായിട്ടും ആരോഗ്യപരമായിട്ടും ഇത് ദോഷം ചെയ്യാം. കരുതലെടുക്കുക, അമിത ചെലവുകളൊക്കെ നിയന്ത്രിക്കുക, സമ്പത്ത് കൈകാര്യം ചെയ്യുന്നത് ശ്രദ്ധിക്കുക. മൂന്നാമത്തെ നക്ഷത്രം പൂയൻ നക്ഷത്രമാണ്. ഇവരുടെ ജീവിതവും മാറി മാറി മറിയാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും ആഗ്രഹങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. സന്തോഷകരമായിട്ടുള്ള ജീവിതത്തെ സങ്കടകരമായിട്ട് മാറാനുള്ള സാഹചര്യമുണ്ട്. കണ്ടകശനി കൂടിയാണ്. ജീവിതത്തിൽ കൂടുതൽ ദുഃഖങ്ങൾ വന്നേക്കാം. നാലാമത്തെ നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ശനിയും രാഹുവും ചേർന്ന് ചോതി നക്ഷത്രക്കാർക്കും വളരെയേറെ പ്രതിസന്ധികൾ നൽകും. പലപ്പോഴും ആഗ്രഹിക്കുന്നതിന് വിപരീതമായി കാര്യങ്ങൾ നടക്കാനുള്ള സാഹചര്യമുണ്ട്. കൂടുതൽ വെല്ലുവിളികൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ചോതി നക്ഷത്രക്കാർ ഓരോ ചുവടും മുന്നോട്ട് ശ്രദ്ധയോടുകൂടി വയ്ക്കുക. ഇനി നമുക്ക് 5ാമത്തെ നക്ഷത്രമായിട്ടുള്ള വിശാഖ നക്ഷത്രക്കാരുടെ ദോഷത്തെ പറയാം. ഇവർക്കും മോശഫലങ്ങൾ നൽകുന്ന സമയമാണ്. ജീവിതം വളരെ പ്രതിസന്ധിയിലേക്ക് പോകാം. സാമ്പത്തികമായിട്ടാണ് കൂടുതൽ വെല്ലുവിളികൾ ഉണ്ടാകുക. ദാരിദ്ര്യത്തിലേക്കും രോഗത്തിലേക്കും ഒക്കെ എത്താനുള്ള സാഹചര്യവുമുണ്ട്. 6ാമത്തെ നക്ഷത്രം അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചും ദോഷകാലമാണ്. കൂടാതെ കണ്ടകശനി കൂടിയുള്ള സമയമാണ്. കൂടാതെ 5-ൽ ശനിയുള്ള 5-ാം ഭാവത്തിൽ ശനിയുള്ള കാലമാണ്. കൂടുതലും ജീവിതത്തിൽ പല പല വെല്ലുവിളികളും ഉണ്ടായേക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ പ്രതീക്ഷിക്കുന്ന പോലെ ഉണ്ടാകണമെന്നില്ല. അനുകൂലമല്ലാത്ത പല മാറ്റങ്ങളും വെല്ലുവിളികൾ ഉയർത്തിയേക്കാം. ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് തകർച്ച ഉണ്ടാകാം. മാനസികാരോഗ്യവും ശ്രദ്ധിക്കേണ്ടതാണ്. ശനി രാഹു യോഗം ദോഷം ചെയ്യുന്ന 7ാമത്തെ നക്ഷത്രം ചതയ നക്ഷത്രമാണ്. പല ബുദ്ധിമുട്ടുകളും ചതയ നക്ഷത്രക്കാർക്കും ഉണ്ടായേക്കാം. കടുത്ത വെല്ലുവിളികൾ ഉണ്ടായേക്കാം. സാമ്പത്തിക സ്ഥിതിയിലും താഴ്ചയുണ്ടാകാം. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും വെല്ലുവിളികൾ ചതയ നക്ഷത്രക്കാർക്കുണ്ടായേക്കാം. കരുതലെടുക്കുക. ഇനി
ശനി രാഹു യോഗം ദോഷം ചെയ്യുന്ന 8ാമത്തെ നക്ഷത്രത്തെ പരിചയപ്പെടാം. അത് പുരുട്ടാതിയാണ്. സാമ്പത്തിക കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നടക്കണമെന്നില്ല. കൂടുതൽ വെല്ലുവിളികൾ ഉണ്ടായേക്കാം. ജോലി നഷ്ടപ്പെടുന്നതിനോ തൊഴിലിൽ സമ്മർദ്ദം ഉണ്ടാകുന്നതിനോ ഒക്കെ സാഹചര്യം ഉണ്ടാകാം. കരുതലെടുക്കേണ്ടതാണ്. ശനി രാഹു യോഗം ദോഷം ചെയ്യുന്ന 9ാമത്തെ നക്ഷത്രം ഉത്രട്ടാതിയാണ്. ഇവർക്കും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. സാമ്പത്തികമായി വളരെയേറെ ദോഷമുണ്ടാക്കാം. അതേപോലെ തന്നെ അനർത്ഥങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത ഉത്രട്ടാതി നക്ഷത്രക്കാർക്കുണ്ട്. കരുതലെടുക്കുക. ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയാൽ വളരെയേറെ ഗുണാനുഭവങ്ങൾ കിട്ടുന്നതാണ്. ഈ സമയം വൈശാഖ മാസം കൂടിയാണ്. വൈശാഖ മാസത്തിൽ മഹാവിഷ്ണു പ്രീതി വരുത്തുന്ന പക്ഷം എല്ലാ പാപങ്ങളും ഇല്ലാതായി വളരെയേറെ ഐശ്വര്യം ഉണ്ടാകുന്നതാണ്. വൈശാഖ മാസത്തിന്റെ പ്രാധാന്യത്തെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതിൽ പറഞ്ഞ പ്രകാരം ഈ മാസം ഈ ദോഷ സമയത്തെ മറികടക്കാനുള്ള ശ്രമം നടത്തുക. ഈ 9 നക്ഷത്രക്കാർക്കും അത് ഗുണം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.